മുനമ്പം നിവാസികൾക്ക് അങ്ങേറ്റം ആശ്വാസകരമായ ഒരു വിധിയാണ് കഴിഞ്ഞ ദിവസം കോടതിയിൽ നിന്നുണ്ടായത്. ഇന്നിപ്പോൾ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് മന്ത്രിസഭായോഗം അംഗീകരിക്കുന്ന ഒരു സാഹചര്യം. വർഷങ്ങളായി മുനമ്പത്ത് താമസിക്കുന്നവർക്ക് തങ്ങളുടെ ഭൂമിക്ക് മേലുള്ള അവകാശം ഉറപ്പിക്കാനുള്ള ഒരു സാധ്യത, അതിനുള്ള ഒരു തീരുമാനം ഇന്നിപ്പോൾ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകുമല്ലോ. സ്വപ്ന, കഴിഞ്ഞ ദിവസമായിരുന്നു ഈ മുനമ്പം ഭൂമി സംബന്ധിച്ച് ഹൈക്കോടതിയുടെ ഒരു സുപ്രധാന വിധി ഉണ്ടായിരുന്നത്. ഈ മുനമ്പം ഭൂമി വഖഫ് ഭൂമിയല്ല എന്ന തരത്തിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി വന്നിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം ഇന്നലെ ഈ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഈ മുനമ്പം സമരസമിതിയും മറ്റു ഉദ്യോഗസ്ഥരും മറ്റു മന്ത്രിമാരും ഈ അനുബന്ധ മന്ത്രിമാരും ഒക്കെ ചേർന്ന് യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിലാണ് മുനമ്പത്ത് വർഷങ്ങളായി താമസിക്കുന്ന ഈ പ്രദേശവാസികളുടെ ഈ താമസക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിരുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് ജുഡീഷ്യൽ കമ്മീഷൻ ഈ റിപ്പോർട്ട്, ഇന്നലെ ഉണ്ടായിരുന്ന ആ റിപ്പോർട്ട് ഇന്നത്തെ മന്ത്രിസഭാ യോഗം അംഗീകരിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ മുനമ്പത്തെ വർഷങ്ങളായി താമസിക്കുന്നവർക്ക് ആ ഭൂമിയിന്മേലുള്ള അവകാശം ഏതായാലും ഈ മന്ത്രിസഭാ യോഗത്തിൽ ഉറപ്പ് നൽകും. ആ അവകാശം ഉറപ്പിക്കാനുള്ള ഒരു തീരുമാനം ഇന്ന് ഉണ്ടാകുമെന്ന് ഉള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ കരമടയ്ക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ ഇന്നത്തെ ഈ ഒരു മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമുണ്ടാകും. ഈ മുനമ്പം ഭൂമി വഖഫ് ഭൂമിയല്ല എന്ന കഴിഞ്ഞ ദിവസം ഈ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവുണ്ടായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ യോഗം ചേരുന്നത്. അതിനുശേഷമാണ് ഇന്ന് ഇപ്പോൾ ചേരുന്ന മന്ത്രിസഭാ യോഗം ഇത്തരത്തിൽ ഈ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് അംഗീകരിക്കുക. ഈ വഖഫ് ഭൂമിയാണോ അല്ലയോ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള തർക്കങ്ങളൊക്കെ നടന്നിരുന്നു. പക്ഷെ അതിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി ഉണ്ടായിരിക്കുന്നത്. ഇതിലായിരിക്കും ഇപ്പോൾ നിലവിൽ മന്ത്രിസഭാ യോഗം ഈ അംഗീകാരം നൽകുക. ഈ വർഷങ്ങളായി താമസിക്കുന്ന ജനങ്ങൾക്ക് അവർക്ക് ആ ഭൂമിയിന്മേലുള്ള അവകാശം ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഏതായാലും ഒരു തീരുമാനമുണ്ടാകും. ഏതായാലും മുനമ്പത്ത് താമസിക്കുന്ന ഈ താമസക്കാർക്ക് വലിയ രീതിയിലുള്ള ഒരു ആശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഏതായാലും മന്ത്രിസഭാ യോഗത്തിൽ ഇന്ന് ഇതിലൊരു അംഗീകാരം നൽകുന്നതോടുകൂടി അവർക്ക് ആശ്വാസകരമായ ഒരു തീരുമാനമായിരിക്കും ഉണ്ടാകുക.